ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് മംഗളവാർത്താ മഹോത്സവം. ദൈവം തൻ്റെ പുത്രനെ അയച്ചു. എന്നാൽ അവനൊരു ശരീരം തയ്യാറാക്കാൻ ഒരു സൃഷ്ടിയുടെ സ്വതന്ത്ര സഹകരണം വേണമെന്ന് ദൈവം തീരുമാനിച്ചു. ഇതിനുവേണ്ടി തൻ്റെ പുത്രന് അമ്മയാകാൻ ഒരു ഇസ്രായേൽ പുത്രിയെ, ഗലീലിയിലെ നസ്രത്തിൽ നിന്നുള്ള ഒരു യഹൂദ യുവതിയെ, ദാവീദിൻ്റെ ഗോത്രത്തിൽപ്പെട്ട ജോസഫ് എന്നയാളോട് വിവാഹ വാഗ്ദാനം ചെയ്തിരുന്ന ഒരു കന്യകയെ ദൈവം അനാദിയിലെ തിരഞ്ഞെടുത്തു. ആ കന്യകയുടെ പേര് മറിയം എന്നായിരുന്നു. കാരുണ്യവാനായ പിതാവിൻ്റെ തിരുഹിതം ഇപ്രകാരമായിരുന്നു: മനുഷ്യാവതാരത്തിന് മുൻപായി മുൻകൂട്ടി തിരഞ്ഞെടുക്കപ്പെട്ട അമ്മയുടെ സമ്മതം ലഭിക്കണം. അങ്ങനെ ഒരു സ്ത്രീ, അതായത് ഹവ്വ, മരണത്തിന് പങ്കുവഹിച്ചതുപോലെ ഒരു സ്ത്രീ ജീവനും പങ്കുവഹിക്കണം. പഴയ നിയമത്തിൽ അനേകം വിശുദ്ധ സ്ത്രീകൾ തങ്ങളുടെ ദൗത്യ നിർവഹണത്തിലൂടെ മറിയത്തിൻ്റെ ദൗത്യ നിർവഹണത്തിനായി കളമൊരുക്കി. ഏറ്റവും ആദ്യം ഹവ്വ ആയിരുന്നു. അവൾ അനുസരണക്കേടു കാണിച്ചെങ്കിലും ദുഷ്ടൻ്റെ മേൽ വിജയം വരിക്കുന്ന സന്തതിയെക്കുറിച്ചുള്ള വാഗ്ദാനവും ജീവിക്കുന്ന സർവരുടെയും മാതാവായിരിക്കുമെന്നുള്ള വാഗ്ദാനവും അവൾക്ക് ലഭിക്കുന്നു. ഈ വാഗ്ദാനപ്രകാരം സാറ വാർദ്ധക്യത്തിലായിരുന്നിട്ട് പോലും ഒരു പുത്രനെ ഗർഭം ധരിക്കുന്നു. മാനുഷിക പ്രതീക്ഷകൾക്കെല്ലാം അതീതമായി ദൈവം തൻ്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണെന്ന് തെളിയിക്കാൻ ശക്തിഹീനരും ദുർബലരുമായി പരിഗണിക്കപ്പെട്ടിരുന്നവരെ തിരഞ്ഞെടുക്കുന്നു. സാമുവേലിൻ്റെ അമ്മയായ ഹന്ന, ദെബോറ, റൂത്ത്, യൂദിത്ത്, എസ്തേർ കൂടാതെ മറ്റു പല സ്ത്രീകളെയും ദൈവം തൻ്റെ രക്ഷാകര പദ്ധതിയുടെ ഭാഗമാക്കുന്നു. ദൈവത്തിൽ നിന്ന് രക്ഷ പ്രതീക്ഷിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്ന കർത്താവിൻ്റെ പാവപ്പെട്ടവരുടെയും എളിയവരുടെയും ഇടയിൽ മറിയം സമുന്നത സ്ഥാനമർഹിക്കുന്നു. ദീർഘകാലത്തെ കാത്തിരിപ്പിനു ശേഷം സെഹിയോൻ്റെ മഹോന്നത പുത്രിയിൽ സമയം പൂർത്തിയാവുകയും നവീനമായ രക്ഷാപദ്ധതിക്ക് ആരംഭം കുറിക്കുകയും ചെയ്തു. കന്യക മറിയത്തിന് മാലാഖ വഴി നൽകപ്പെട്ട മംഗളവാർത്ത കാലത്തിൻ്റെ പൂർണ്ണതയ്ക്ക്, അതായത് ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളുടെയും ഒരുക്കങ്ങളുടെയും പൂർത്തീകരണത്തിന് തുടക്കം കുറിച്ചു. ദൈവത്വത്തിൻ്റെ പൂർണ്ണത മുഴുവൻ ശാരീരികമായി ആരിൽ വസിക്കുന്നുവോ അവനെ ഗർഭം ധരിക്കാനാണ് മറിയം ക്ഷണിക്കപ്പെട്ടത്. ഞാൻ പുരുഷനെ അറിയാത്തതിനാൽ ഇതെങ്ങനെ എന്നിൽ സംഭവിക്കും എന്ന അവളുടെ ചോദ്യത്തിന് ആത്മാവിൻ്റെ ശക്തി മൂലം എന്നായിരുന്നു ദൈവീക മറുപടി. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിന്നെ ആവരണം ചെയ്യും. കർത്താവും ജീവദാതാവുമായ പരിശുദ്ധാത്മാവ് അയക്കപ്പെട്ടത് കന്യക മറിയത്തിൻ്റെ ഉദരത്തെ പവിത്രീകരിക്കാനും അവളിൽ നിന്ന് എടുക്കപ്പെട്ട മനുഷ്യപ്രകൃതിയിൽ പിതാവിൻ്റെ നിത്യസുതനെ ഗർഭം ധരിക്കാനുമായി അവളെ സജ്ജീകരിച്ചുകൊണ്ട് ദൈവികമായ ഗർഭധാരണം സാധ്യമാക്കുവാനുമാണ്. പിതാവിൻ്റെ ഏകപുത്രൻ കന്യക മറിയത്തിൻ്റെ ഉദരത്തിൽ മനുഷ്യനായി ഉരുവായവൻ ക്രിസ്തുവാണ്. അതായത് പരിശുദ്ധാത്മാവിനാൽ അഭിഷിക്തനായവൻ ആണ്. തൻ്റെ മാനുഷിക അസ്തിത്വത്തിൻ്റെ തുടക്കം മുതൽ ഈ അഭിഷേകം ഉത്തരോത്തരം ആവിഷ്കരിക്കപ്പെട്ടു. ആട്ടിടയന്മാർക്ക്, ജ്ഞാനികൾക്ക്, സ്നാപക യോഹന്നാന്, ശിഷ്യന്മാർക്ക്. ദൈവം അവിടുത്തെ പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും എങ്ങനെ അഭിഷേകം ചെയ്തു എന്ന് യേശുക്രിസ്തുവിൻ്റെ ജീവിതം മുഴുവൻ വെളിപ്പെടുത്തുന്നു. പരിശുദ്ധ കന്യക മറിയം ദൈവത്തിൻ്റെ പദ്ധതിയോട് സമ്മതം പ്രകടിപ്പിച്ചപ്പോഴാണ് രക്ഷാകര പദ്ധതി കൂടുതൽ ശ്രേഷ്ഠമായി ഈ ഭൂമിയിൽ ആരംഭിച്ചത്. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കുമ്പോൾ നമ്മളും പരിശുദ്ധ അമ്മയെപ്പോലെ ദൈവിക പദ്ധതികളോട് സമ്മതം പ്രകടിപ്പിക്കുവാൻ സന്നദ്ധരാകുന്നു. അതുവഴിയാണ് വചനം നമ്മിൽ മാംസം ധരിക്കുന്നത്. ഇന്ന് ഈ മനുഷ്യാവതാരം നമ്മിലൂടെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അതായത് വചനം മാംസം ധരിക്കുന്ന ദിവ്യമായ കർമ്മം നമ്മുടെ ജീവിതത്തെ പരിശുദ്ധ അമ്മയെപ്പോലെ ദൈവഹിതത്തിന് സമ്മതം പറയുന്ന ജീവിതമാക്കി രൂപാന്തരപ്പെടുത്താം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.